ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ശ്രുതിയെ പിടിച്ച് വലിച്ചഴച്ച് ഗേറ്റിൽ കൊണ്ടൊരൊറ്റ തള്ളായിരുന്നു. നീ ഇനി ഇവിടെ വേണ്ടടി, നീ പോടിയെന്നും പറഞ്ഞു. ഗേറ്റിൽ നിന്ന് കരയുന്നു നമ്മുടെ ശ്രുതി. വേണ്ടാൻറ്റി എന്നും പറഞ്ഞു. പക്ഷെ അവിടെ നിന്നും പിടിച്ച് വലിച്ചഴച്ചതേ പെരുവഴിയിൽ റോട്ടിൽ കൊണ്ടുവന്ന് എറിഞ്ഞങ്ങിട്ട് കൊടുത്തു. ആൻറ്റി വേണ്ടാൻറ്റി പറഞ്ഞു. നിൻ്റെ സ്ഥാനം ഇനി ഇവിടെയാണടി, നീ ഇനി ഇവിടെ കിടന്നാൽ മതിയടി, ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞു. ഒരു ഒറ്റ തള്ളായിരുന്നു. അപ്പോഴത്തേക്കും ആൻറ്റീന്നും വിളിച്ചുകൊണ്ട് ശ്രുതി ഭയങ്കര കരച്ചിൽ. ശ്രുതിയാണെന്നുണ്ടെങ്കിലോ ആകെ തകർന്നിങ്ങനെ നിൽക്കുക കേട്ടോ. രവിയേട്ടനും സച്ചിയും രേവതിയും ഒക്കെ ഇങ്ങനെ വല്ലാത്തൊരുത്തിലേക്ക് നിൽക്കുക. അപ്പോൾ ആൻറ്റി പ്ലീസ് ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കരയുമ്പോൾ പിടിച്ചൊരു ഒറ്റ തള്ളും കൂടിയായിരുന്നു ശ്രുതിയെ. ആ സമയത്ത് എന്നിട്ട് ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോയിരുന്നു. സച്ചിയും രേവതിയും ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രൻ കയറിപ്പോന്നു. എന്നിട്ട് പിന്നെ ശ്രുതി ഇങ്ങനെ പതുക്കെ കരഞ്ഞുകൊണ്ട് നടന്നിങ്ങനെ പോരുക. സച്ചിയും രേവതിയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഈ സമയം പിന്നെ നമ്മുടെ ശ്രുതി ആകെ തകർന്ന് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നു. രേവതിയും സച്ചി അകത്തേക്ക് കയറി പോന്നു. അവർ കയറി വരുമ്പോൾ ശ്രുതി അവിടെ ഇരുന്നിങ്ങനെ കരയുന്നത് കാണും. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി സച്ചിയെ ശ്രുതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ സച്ചി ഒന്ന് അടുത്തിരുന്നു. ഒരു തോളത്ത് കൈ വെച്ചപ്പോഴത്തേക്കും ശ്രുതി സച്ചിയുടെ മടിയിലേക്ക് കിടന്ന് ഭയങ്കര കരച്ചിൽ. ശ്രുതി അന്നേരത്തേക്കും അവിടെ ഇങ്ങനെ തൂണയിൽ പിടിച്ച് ശ്രുതിയും ഭയങ്കര കരച്ചിലാട്ടോ. അച്ഛൻ ഈ മക്കളുടെ ഇരിപ്പും ശ്രുതിയുടെ കരച്ചിലും കണ്ട് സഹിക്കാൻ വയ്യാതെ അവിടെ അങ്ങനെ നിൽക്കുവാണ്. ഇനിയും ശ്രുതി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലായി. രവിയേട്ടനും ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ചന്ദ്രോദയം എന്നുള്ള ഒരു ബോർഡുണ്ടല്ലോ വീടിൻ്റെ, ആ ബോർഡിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു വലിയ ദുരന്തം ഇങ്ങനെ വന്നു. പിന്നെ നമ്മുടെ ശ്രുതി നേരെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. റൂമിൽ കയറി നിന്ന് നമ്മുടെ ബീരാനിക്ക പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഇവളുടെ ഇളയച്ചനും അല്ല, അവളുടെ അച്ഛനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ എനിക്കൊന്നും അറിയേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ശ്രുതി എന്നിട്ട് ഇങ്ങനെ തകർന്നങ്ങനെ നിൽക്കുക. ആ സമയത്ത് ശ്രുതി അവിടെ നിന്ന് ശ്രുതി പറഞ്ഞ് കരഞ്ഞത്, അത് ശ്രുതിയെ വിട്ട് ഞാൻ എവിടെയും പോയില്ല ശ്രുതി എന്ന് പറഞ്ഞ് കരഞ്ഞ കാര്യം. അങ്ങനെ ഭയങ്കര കരച്ചിൽ. അതെല്ലാം ആലോചിച്ച് ഇങ്ങനെ തകർന്ന് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര റൂമിലേക്ക് കയറി വരുന്നു. അപ്പോൾ ചന്ദ്ര കയറി വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ ഇരിക്കല്ലേ, മലേഷ്യക്കാരി കോടീശ്വരൻ്റെ മകള് എത്ര നന്നായിട്ട് അവൾ അഭിനയിച്ചത്, എല്ലാവരെയും മിഠികളാക്കിയില്ലേന്നും കൂടെ നിന്ന് സ്നേഹം നടിച്ച് ചതിക്കായിരുന്നില്ലേ അവൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാട്ടോ. ശ്രുതി അതൊന്നും കേൾക്കാത്ത ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഒന്നും അറിയാതെ നീ അവളെ ജീവന തുല്യം സ്നേഹിച്ചു, നിൻ്റെ എല്ലാം ആയിരുന്നില്ലേ അവൾ എന്നൊക്കെ അമ്മ ഇങ്ങനെ മോനോട് ചോദിക്കുക. ശ്രുതി അതിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. തല കുമ്പിട്ടിരുന്ന് കരയുക. നിന്നോടുള്ള സ്നേഹം അത് വെറും അഭിനയം മാത്രമായിരുന്നുവെന്നും അവൾ ഒരിക്കലും നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്നും ചന്ദ്ര മകനോട് പറയുക. ഇങ്ങനെ ഒരുത്തിയുടെ കൂടെയാണല്ലോ നീ ഇത്രയും കാലം കഴിഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ പേടിയാവുക എനിക്കെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ മകനോട് പറയാം. അപ്പം നിന്നേക്കാൾ നല്ലൊരുത്തനെ കിട്ടിയാൽ നിന്നെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല എന്നും അവളോട് മാത്രം ആ സ്നേഹമൊന്നും ചന്ദ്രമതി പറയുവാണ്. അവളുടെ ജീവിതം മാത്രമാണ് അവൾക്ക് വലുതെന്നും. ശ്രുതി അന്നേരം ഇങ്ങനെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണല്ലോ കള്ളവേഷം കെട്ടി ഇറങ്ങിയത് തന്നെ. അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യുമെന്ന കാര്യവും ചന്ദ്ര മകനോട് പറഞ്ഞു കൊടുക്കുന്നു. ഓ, ഏത് നശിച്ച സമയത്താണാവോ ഞാൻ അവളെ കണ്ടത്. ആ ഭാമയ, ആ കള്ളി എൻ്റെ തലയിൽ കൊണ്ടുവന്ന് വെച്ചത്. കൂടുതൽ അന്വേഷിക്കാതിരുന്നത് എൻ്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ അഭിനയത്തിൽ ഞാനും വീണുപോയി മോനെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ചന്ദ്രമതി പറയുന്നപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുന്നു. നിൻ്റെ ഈ കണ്ണുനീരിൻ്റെ കാരണം അമ്മ കൂടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കര കരച്ചില്ല. ഇനി അവൾക്ക് മാപ്പില്ല, ഇനി അവളോട് ഞാൻ ക്ഷമിക്കില്ല. അവളെയും വിശ്വസിച്ച് സ്നേഹിച്ച് എന്നെയും നിന്നെയും അവൾ ചതിച്ചു. ഇത്തിരിയെങ്കിലും സ്നേഹം അവൾക്ക് നിന്നോടുണ്ടെങ്കിൽ എല്ലാ സത്യവും നിന്നോട് അവൾ മുന്നേ പറയുമായിരുന്നു എന്ന കാര്യവും ചന്ദ്രമതി പറയും. വിശ്വസിക്കാൻ കൊള്ളില്ലടാ അവളെ. ഇനിയുണ്ടാകും ഇതുപോലെ കുറേ രഹസ്യങ്ങൾ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കിയിരിക്കുക. അവളുടെ കൂടെയൊക്കെ ജീവിക്കുന്നതേ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞ് ഇനി ആ ബന്ധം നമുക്ക് വേണ്ട മോനെ എന്നും പറഞ്ഞ് ശ്രുതിയെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് നമ്മുടെ ചന്ദ്ര. അന്ന് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് ഞാൻ. അതുവഴി അങ്ങ് പോട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നു. അവളെ തിരിച്ച് കയറ്റിയത് തെറ്റായിപ്പോയി. ഇനി ആ തെറ്റ് അത് ഞാൻ ആവർത്തിക്കില്ല എന്നും പറഞ്ഞു. ശ്രുതി ഇതിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുക. നീ ഒന്നിനും കൊള്ളാത്തവനാ, നിന്നെ ആളാക്കിയത് അവളാണെന്ന് അവൾ പല പ്രാവശ്യം അവൾ പറഞ്ഞിട്ടുണ്ട്. അവൾ പോയാൽ നിനക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലെന്ന് വരെ അവൾ പറഞ്ഞിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു. പിന്നെ ഇനി നിന്റെ ജീവിതത്തിൽ അവൾ ഉണ്ടാവില്ല എന്നും ചന്ദ്രമതി ശ്രുതിയോട് പറയുക. ശ്രുതി ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ ശ്രുതിയെ തകർന്ന ആ ഒരവസ്ഥയിൽ കണ്ട ചന്ദ്ര, നീ എന്തിനാ ഇങ്ങനെ കരയണേന്ന് ചോദിച്ചു. കരയല്ലേ മോനെ, നീ ഇങ്ങനെ കരയാതെ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കാം. എടാ കരയാതെടാ എന്നും പറഞ്ഞ് ചന്ദ്ര, കരയാതെ പിടിച്ച് നിൽക്കുക ഞാൻ.
കരഞ്ഞ അവളുടെ മുന്നിൽ നമ്മൾ തോറ്റതുപോലെ ആകുമെന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറയുമ്പോൾ ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ ഇരിക്കുന്നു ശ്രുതി. അത് പാടില്ല മോനെ, അത് പാടില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിച്ചോടെ ഇരിക്കാം. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതിയാ നിന്നെ കൊണ്ട് അവളെ ഞാൻ കെട്ടിച്ചത്. പക്ഷേ അമ്മയ്ക്ക് തെറ്റുപറ്റി പോയടാ മോനെ, അമ്മയോട് നീ ക്ഷമിക്കടാ. മോൻ കണ്ട സ്വപ്നം, ഞാൻ കണ്ട സ്വപ്നം എല്ലാം വെറുതെ ആയിടാന്നൊക്കെ പറഞ്ഞാണ് കരയണത്. നിനക്കിങ്ങനെ കരയേണ്ടി വന്നത് ഞാൻ കാരണമാണെന്നും പറഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ 2 കൈയും ചേർത്ത് പിടിച്ച് മകനോട് ക്ഷമ ചോദിക്കണം. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ തിരുത്തും മോനെന്നും ചന്ദ്ര പറയും കേട്ടോ. അപ്പോഴും ശ്രുതിയൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണേ. നല്ലൊരു പെണ്ണിനെ കൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കുമെന്ന് ചന്ദ്ര പറയുമ്പോൾ ശ്രുതി അന്തം വിട്ട് അമ്മയെ നോക്കുക. സമ്പത്തും സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ. അപ്പോഴത്തേക്കും ശ്രുതിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. കള്ളത്തരം ഇല്ലാത്തൊരു പെണ്ണിനെ അമ്മ നിനക്ക് കണ്ടെത്തി തരുമെന്നും അത് എൻ്റെ വാശിയാണെന്നും ചന്ദ്രമതി പറഞ്ഞു. അവളോടുള്ള എൻ്റെ വാശിയാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. എൻ്റെ മോൻ വിഷമിക്കാതിരിക്കാനും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിൻ്റെ സങ്കടം കാണാൻ അമ്മയ്ക്ക് വയ്യടാ എന്നൊക്കെ പറഞ്ഞു. അമ്മ എനിക്കൊരല്പസമയം ഒറ്റയ്ക്കിരിക്കണമെന്ന് ശ്രുതി ചന്ദ്രയോട് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ. അങ്ങനെ അമ്മ അവിടുന്ന് പോയി അമ്മ തിരിച്ചു വന്നിട്ട് മോനെ നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും നഷ്ടപ്പെട്ടത് അവൾക്കാണെന്നും ചന്ദ്രമതി പറയുക കേട്ടോ. ആ തോന്നൽ നിനക്ക് എപ്പോഴും ഉണ്ടാകണം, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഒറ്റയ്ക്കിരുന്നോ എന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടുന്ന് പോയി. മകൻ്റെ തളർച്ചയും കണ്ട് ചന്ദ്രൻ കുറേ കരഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ശ്രുതി അന്നേരം വാവിട്ട് അവിടെ ഇരുന്ന് കരയാം മുറിയിലിരുന്ന്. ഈ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ വലിച്ചെറിഞ്ഞ ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആലോചിച്ചിങ്ങനെ ഭ്രാന്തിയെപ്പോലെ ആ റോട്ടിലൂടെ നടന്നുകൊണ്ട് വരിക. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ശ്രുതി പിന്നെ കരച്ചിലങ്ങ് നിർത്തി. ഇവിടെ ശ്രുതി പവറാകുന്നു, അവിടെ ചന്ദ്രമതി പവറാകുന്നു. അപ്പോൾ അങ്ങനെ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ആ ഒരു ഇതാ കാണിക്കുന്നത്. ശ്രുതിക്ക് ഇനി തിരിച്ചു വരാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ളൊരിത്. ശ്രുതി എന്നിട്ട് രണ്ടും കൽപ്പിച്ചിങ്ങനെ നടന്നിങ്ങനെ പോരും കേട്ടോ. എന്നിട്ട് മീരയുടെ അടുത്തേക്ക് പോയി. മീരയുടെ അടുത്ത് പോയി ഇരുന്ന് വാവിട്ട് കരയാം. അപ്പം നിനക്ക് എന്താ പറ്റിയത് ശ്രുതി, നീ ഒന്ന് പറ, നീ എന്തിനാ കരയണേ, നീ എന്തിനാ കരയുന്നേ, നീ വാതോർത്ത് കാര്യം പറയാൻ പറഞ്ഞു. അപ്പം എല്ലാം എൻ്റെ തലവിധിയാണെന്നും പറഞ്ഞ് ശ്രുതി കരയുന്നു. രക്ഷപ്പെട്ടു എന്ന് കരുതിയതായിരുന്നു എന്നും പക്ഷേ ഒരിടത്തി പോലെ അത് സംഭവിച്ചു എന്നും ശ്രുതി ഇങ്ങനെ മീരയോട് പറയാം. എന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് എന്നൊക്കെ പറഞ്ഞ് ഇന്നിങ്ങനെ കരയുമ്പം നല്ല സന്തോഷത്തിലായിരുന്നല്ലോ നീ, പായസമൊക്കെ ഉണ്ടാക്കി എന്നെ വിളിച്ചതായിരുന്നില്ലേ, ഇപ്പം എന്തിനാ നീ കരയുന്നത്, എന്താ ഉണ്ടായേ പറ എന്ന് മീര പറയുമ്പം സച്ചിയും രേവതിയും ബീരാനെ അവിടെ വെച്ച് കണ്ടിരുന്നുവെന്നും അവർ അദ്ദേഹത്തെയും കൂട്ടി വീട്ടിലേക്ക് വന്നു എന്നും പറഞ്ഞു. അപ്പോൾ അവർ ബീരേനെയും കൊണ്ട് വീട്ടിലേക്ക് വന്നെന്നോ? ആ അതെ വന്നു. അപ്പോൾ ഇളയച്ച എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി വിളിച്ചു തൊട്ട് നടന്ന കാര്യങ്ങൾ മുഴുവനും ശ്രുതി മീരയോട് പറയുക. ഇത് കേട്ട് മീര വരെ അന്തം വിട്ടുപോയി. ശ്രുതി എന്നിട്ട് എഴുന്നേറ്റ് നിന്നും ഭയങ്കര കരച്ചിൽ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ. അപ്പം ഞാൻ പേടിച്ചത് ഒരിക്കലും നടക്കരുത് എന്ന് ഞാൻ കരുതിയിരുന്നത് അത് നടന്നു മീരെ, അതങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ നീയല്ലേ പറഞ്ഞത് എല്ലാവരെയും തന്ത്രപൂർവ്വം കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന്, പിന്നെ എങ്ങനെയാണ് അവർ ബീരാനെ കണ്ടത് എന്ന് മീര ശ്രുതിയോട് ചോദിക്കുമ്പം അതിനെക്കുറിച്ചാണ് ഞാനും ആലോചിച്ചിരുന്നത്. രണ്ടുപേരും ഓഡിറ്റോറിയത്തിൽ തിരികെ വന്നു കാണുമെന്നും സത്യം അറിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നുവെന്നും എന്നാലും ഇത് പ്രതീക്ഷിച്ചതിനപ്പുറമായി പോയെന്നും ശ്രുതി പറയാം. എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നെ. ആൻറ്റി എന്നെ ഒരുപാട് തല്ലി, കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുക ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ മീരയ്ക്കും ഭയങ്കര സങ്കടം. ബീരാനാണെങ്കിൽ തത്ത പറയുന്നത് പോലെ എല്ലാം അവിടെ വന്നങ്ങ് പറയുകയും ചെയ്തു. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാമായിരുന്നു, അപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലും നിർത്താമായിരുന്നു എന്നൊക്കെ പറയുമ്പം അദ്ദേഹത്തെ കയ്യോടെ പിടിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന സച്ചിയും രേവതിയും പറയിപ്പിച്ചതല്ലേ കാര്യങ്ങളൊക്കെ. ഇത്രയും കാലം അവർക്ക് പിടികൊടുക്കാതെ അദ്ദേഹം നിനക്ക് വേണ്ടി ഒളിച്ചിരുന്ന് പേടിച്ചില്ലേ കഴിഞ്ഞിരുന്നതെന്നും എന്നിട്ടും പിടികൊടുത്തില്ലല്ലോ എന്നൊക്കെ മീര പറയാം. നിന്റെ ജീവിതത്തിൽ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അതൊക്കെ സഹിക്കുകയല്ലേ ചെയ്തതെന്നും ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. ശ്രുതിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പം എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും. ശ്രുതി, എത്ര കാലമായി നീ അവരെ കള്ളം പറഞ്ഞിങ്ങനെ പറ്റിക്കുന്നു, അവരത് വിശ്വസിക്കുകയും ചെയ്തിരുന്നില്ലേ എന്ന് ചോദിച്ചു. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ, ദൈവം ക്ഷമ കെട്ട് ബീരാനെ അവർക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയതാ. നീ എന്താ അവരുടെ ഭാഗം ചേർന്ന് സംസാരിക്കുകയാണോ? എൻ്റെ അവസ്ഥയിൽ നീ സന്തോഷിക്കുകയാണല്ലേ, നിന്നെ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മീരയെ കൊല്ലാൻ നോക്കുവാണ് ശ്രുതി ഭ്രാന്ത് കയറി ചെന്ന്. അപ്പോൾ വിട് ശ്രുതി, നീ എന്നത് കാണിക്കണേ എന്ന് മീര ചോദിച്ചു. നോക്കൂ ശ്രുതി, ആ വീട്ടിൽ എല്ലാവരും നല്ലവരാ. നിന്റെ ഭർത്താവും അമ്മായിയമ്മയും നിന്നെ അന്ധമായി വിശ്വസിച്ചു. നീ അവർക്ക് എല്ലാമായിരുന്നു. നല്ലവരെ ചതിച്ചാലേ ഇങ്ങനെയാ.
എപ്പോഴായാലും തിരിച്ചടി കിട്ടുമെന്ന് മീര പറയുമ്പം മീര എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ, എന്തിനു വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തതെന്ന് നിനക്കറിയില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അറിയാം, എന്നിട്ട് ഇപ്പോൾ ഒടുക്കും എന്തായെന്ന് ചോദിച്ചു. എല്ലാം പോയില്ലേ എന്നും ചോദിക്കുക. ഞാനും ശ്രുതിയും നല്ലൊരു സ്റ്റേജിലെത്തി. ഞങ്ങൾക്കൊരു കുഞ്ഞൊക്കെ പിറന്നതിന് ശേഷം സത്യമെല്ലാം പറയാമെന്നായിരുന്നു ഞാൻ കരുതിയത്. അതിന് മുന്നേ പിടിക്കപ്പെട്ടു. എല്ലാം പ്രതീക്ഷിക്കാതെയാണ് നടന്നതെന്ന കാര്യം ശ്രുതി ഇങ്ങനെ പറയുമ്പം ശ്രുതി എന്താ പറയുന്നതെന്ന് ചോദിച്ചു. അവൻ എന്തെങ്കിലും പറയുമോ? അവൻ്റെ അമ്മ എന്നെ അടിക്കുന്നതും പിടിച്ച് വെളിയിൽ തള്ളുന്നതും അവൻ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ഒരക്ഷരം പോലും അവൻ മിണ്ടിയില്ല എന്നും പറഞ്ഞു. അവനെ കുറ്റം പറയാൻ പറ്റില്ല. നീ എല്ലാം അവനോട് മറച്ചു വെച്ചു, കള്ളവും പറഞ്ഞു. ആർക്കായാലും അത് സഹിക്കാൻ പറ്റുമോ, പൊറുക്കാൻ പറ്റുമോ? പറ്റില്ല. നീ എന്താ ഇങ്ങനെ പറയുന്നേ? ഇതെല്ലാം അറിഞ്ഞുള്ളൂ. നീ കല്യാണം കഴിച്ചിരുന്നുവെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്ന കാര്യം അവരാരും അറിഞ്ഞില്ലല്ലോ. ഭാഗ്യം എന്നും പറഞ്ഞുകൊണ്ട് മീര അന്നേരം അവിടെ നിൽക്കുക. നിന്റെ അച്ഛനെ കുറിച്ച് നീ കള്ളം പറഞ്ഞതാണ്, അദ്ദേഹം കോടീശ്വരനല്ല, നീ വലിയ വീട്ടിലെ പെണ്ണല്ല എന്നൊക്കെ അറിഞ്ഞപ്പോഴേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിനക്ക് കുഞ്ഞുണ്ടെന്നറിഞ്ഞാൽ എന്താകുമായിരിക്കും സ്ഥിതി? ഇപ്പൊ തലമുടിയൊക്കെ അഴിച്ചിട്ട് വന്ന് നിൽക്കുക. അതറിഞ്ഞാലേ നിന്റെ തല തന്നെ ഉണ്ടാവത്തില്ല എന്ന് പറയാണ് മീര. നിനക്കിതൊക്കെ ഒരു തമാശയായിട്ടാണോ മീര തോന്നുന്നേ? എന്നെങ്കിലും ഒരു ദിവസം ഇതൊക്കെ സംഭവിക്കുന്ന പ്രതീക്ഷിച്ചതുകൊണ്ട് വലിയ ഞെട്ടലൊന്നും എനിക്കില്ല. പക്ഷെ വിഷമമുണ്ട്, ശരിക്കും വിഷമം. സത്യം അവരറിഞ്ഞു. നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും നീ? എന്താ നീ ചെയ്യാൻ പോണേ? നീ തിരിച്ചു പോയാ അവര് നിന്നെ അവിടെ കയറ്റുമോ? അപ്പോൾ ഇപ്പം ചെന്നാൽ ഉറപ്പാ അവർ കയറ്റില്ല. അത് പ്രശ്നമാകും. അമ്മായിമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ ഒന്ന് തണക്കട്ടെ, അതിനുശേഷം എന്ത് വേണമെന്ന് ആലോചിക്കാമെന്ന് ശ്രുതി ഇങ്ങനെ മീരയോട് പറയണം. അമ്മായിമ്മ അവിടെ വേറെ പെണ്ണാലോചിക്കാൻ തുടങ്ങുകയാണെന്നുള്ള കാര്യം ശ്രുതി മനസ്സിലാക്കിയതുമില്ല. 3 മരുമക്കളിൽ നിന്നോടായിരുന്നു നിന്റെ അമ്മായിമ്മയ്ക്ക് ഏറെ ഇഷ്ടം. നിന്നെ തലയിൽ വെച്ച് കൊണ്ടാടുകയായിരുന്നില്ലേ അവർ? ഇപ്പം നിന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞു. നീ ചെയ്ത തെറ്റ് അതവർ പൊറുക്കുവോ? നിന്നെ അവർ ആ വീട്ടിൽ ഇനി കയറ്റുമെന്ന് തോന്നണുണ്ടോ നിനക്കെന്ന് മീര ചോദിക്കുമ്പോൾ എങ്ങനെ കയറ്റാതിരിക്കാനാ? സുധിയുടെ ഭാര്യയാണ് ഞാൻ അവൻ്റെ കൂടെ ആ വീട്ടിൽ തന്നെ കഴിയേണ്ടവളാ. പുറത്താക്കിയെന്ന് വെച്ചേ ആ വഴി ഞാനങ്ങ് പോകുമെന്ന് കരുതിയോ എന്ന് ശ്രുതി ചോദിക്കണം. ഒരു കണക്കിനെ ആൻറ്റി എന്നെ അടിച്ചിറക്കിയത് നന്നായെന്നും ഇപ്പോഴേ അവരും തെറ്റ് ചെയ്തില്ലേ? എന്ത് കാരണം ഉണ്ടായാലും മരുമകളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത് തെറ്റല്ലേ എന്ന് ശ്രുതി ചോദിക്കുക. അങ്കിളിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ചെയ്തത് ശരിയല്ല എന്ന് അങ്കിൾ ആൻറ്റിയോട് പറയും. ഒടുക്കം അങ്കിളിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആൻറ്റി എന്നെ തിരികെ വിളിക്കുമെന്ന് എനിക്ക് 100% അറിയാമെന്നാണ് ശ്രുതി മോളുടെ ഒരു കണക്ക് കൂട്ടൽ. നീലിമയോട് കാശ് വാങ്ങിയ കാര്യം വീട്ടിൽ പറയാത്തത് കൊണ്ട് മുന്നേ എന്നെ ഇതുപോലെ തന്നെ അവർ ഇറക്കി വിട്ടിരുന്നതല്ലേ? ഒടുക്കം എന്തായി? എന്നെ വീട്ടിലേക്ക് അവർ തിരിച്ചു വിളിച്ചില്ലേ? അതുപോലെ ഇപ്പോഴും എന്നെ തിരിച്ചു വിളിക്കുമെന്നിങ്ങനെ മീരയോട് പറയുമ്പം അന്ന് നീ അവർക്ക് കോടീശ്വരിയാ, ഇന്ന് കയ്യിൽ ഒന്നും ഇല്ലാത്തവളാ. നിന്റെ അച്ഛൻ്റെ സ്വത്തുവകകൾ നഷ്ടപ്പെടരുത് എന്ന് കരുതിയാണ് അന്ന് അവർ നിന്നെ തിരികെ അങ്ങോട്ടേക്ക് വിളിച്ചത്. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അത് നിനക്കറിയില്ലേ? ഇനി നിന്നെ അവർ ആ വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്നും പറഞ്ഞു. പിന്നെ കയറ്റാതെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രുതി വച്ച് വയ്ക്കുന്നു. അങ്ങനെ മുടിയും ഉരുട്ടി കെട്ടി ഇനി അവരെന്നെ കയറ്റിയില്ലെങ്കിലും ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറും. ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു, കുറേ കരയുകയും ചെയ്തതാ. ഇപ്പം എനിക്ക് ആരെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല എന്നും പറഞ്ഞ് ഹ്യൂമൻ നേച്ചർ എന്താണെന്ന് അറിയുമോ നിനക്ക്? മനുഷ്യരുടെ കൈകളിൽ 10 വിരലുണ്ടെങ്കിലും ഒരു വിഷമം വന്ന് കരയുമ്പോഴേ അവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടപ്പെട്ട മറ്റുള്ളവരുടെ കൈകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. ഞാനേ അങ്ങനെ ആരെയും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ എനിക്കറിയാമെന്നും ശ്രുതി അങ്ങ് മീരയോട് പറയുക. ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാമെന്നും പറയണം. എന്തായാലും ചന്ദ്രമതി എന്ന് പറയുന്ന ആൻറ്റിയുടെ മുന്നിൽ ഈ ശ്രുതി അടിയറവ് വയ്ക്കില്ല എന്ന തീരുമാനത്തിലാണ്. ശ്രുതി ആ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം അവൻ്റെ കൂടെ ഞാൻ അവിടെ ഉണ്ടാകുമെന്നും എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ശ്രുതി പറയാം. അപ്പോൾ വല്ലാത്ത കോൺഫിഡൻസ് തന്നെ. നീ ആഗ്രഹിക്കുന്നത് പോലെ നടന്ന എല്ലാ സന്തോഷം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ മീര പറഞ്ഞപ്പോൾ ശ്രുതി രണ്ടും കൽപ്പിച്ചിങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി കരഞ്ഞതിനെ പറ്റി ആലോചിച്ച് സച്ചി അവിടെ നിന്ന് കരയുന്ന ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.